മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 1 മണിക്കൂർ സമയം 9 മണി തൊട്ട് കൈരളി ചാനലിൽ ഒരു പരിപാടി കാണുകയുണ്ടായി. അതിൽ സന്തോഷമോ സംതൃപ്തിയോ അങ്ങനെയുള്ള വികാരങ്ങളൊന്നും തോന്നിയില്ല. എന്നാലും കൈരളി ചാനലിനെ കുറിച്ചും അതിലെ ജോൺ ബ്രിട്ടാസ്, മാതാ മൃദാനന്ദമയ്യെ പോലെയുള്ളവരെ വരച്ച് കാട്ടിയ ചിത്രത്തെക്കുറിച്ചുമെല്ലാം വേദനാജനകമായിട്ട് അന്ന് തോന്നിയിരുന്നത് ഇന്നലെ പുത്തരിക്കണ്ടത്ത് നടന്ന അനന്തപുരി ഹിന്ദുമത സമ്മേളനത്തിൽ ഉൾപ്പെടെ ഞാൻ പറയുകയുണ്ടായി. ആ അനന്തപുരി ഹിന്ദുമത സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തി വീട്ടിൽ വന്ന് 1 മണിക്കൂറിനുള്ളിലാണ് ഞാൻ ഈ കൈരളി ചാനലിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ മാതിരിയുള്ളത്. ഒരു ഭാഗത്ത് 3 കത്തോലിക്ക അച്ഛന്മാരും പിന്നെ 2-3 സ്ത്രീകളും ഒരു 4-5-6 പുരുഷന്മാരും ഇവരൊരു ഭാഗത്ത്, മറുഭാഗത്ത് 1 ഡസനിലധികം യുവാക്കള് അസാധാരണമാം വിധത്തില് വാക്ചാതുര്യമുള്ള, സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു സ്ത്രീ ഈ ജനങ്ങളോട്, അച്ഛന്മാരുടെ കൂട്ടത്തിലുള്ള ക്രിസ്ത്യാനികളാണ്, എല്ലാവരും ക്രിസ്ത്യാനികളാണ്, അവരോട് പള്ളികളിൽ നടക്കുന്ന കാര്യങ്ങളും തിയോളജിയും ബയോളജിയും സെക്ഷുവൽ ഹരാസ്മെന്റും കന്യാസ്ത്രീകള് പള്ളികളിലേക്ക് വരാതാവുന്നതും പള്ളികളിൽ നിന്ന് പോകുന്നതും അച്ഛന്മാരുടെ പെരുമാറ്റവും എല്ലാം ചേർത്ത് അസാധാരണമാം വിധത്തില് ഒരു വിവരിക്കല്. ഓരോരുത്തരും ഇവിടെ ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നുള്ളതൊന്നുമല്ല. അതിലെ ഒരു സ്ത്രീ, ക്രൈസ്തവ സ്ത്രീ പറഞ്ഞു, ഞങ്ങളിതെല്ലാം ഈ അച്ഛന്മാരോടും അരമനയിലെ അധിപന്മാരോടും പള്ളിക്കാരോടും പറയുന്നത് പള്ളിയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ പള്ളി മതത്തെ ക്രൂശിക്കാനോ ഒന്നുമല്ല. അരൂപിയായ ബൈബിളും അരൂപിയായ ഈശോയും അരൂപിയായ ദൈവവും അവര് ഇങ്ങനെ ക്രൂശിക്കപ്പെടരുത്. ആ നന്മ നിറഞ്ഞത് പള്ളിക്കകത്ത് ഉണ്ടാവണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഷാർപ്പായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു, വേറൊരു സ്ത്രീ പറഞ്ഞു, 2 കന്യാസ്ത്രീകള് ഇവിടെ വന്ന് പള്ളിക്കകത്ത് നടക്കുന്നത് എന്താണെന്ന് പറയേണ്ടിയിരുന്നവരാണ്. അവരിവിടെ വന്ന് ഈ കൈരളി ചാനലിൽ പള്ളിക്കകത്ത് നടക്കുന്നതൊന്നും അത്ര രസകരമായിട്ടുള്ള കാര്യമല്ല, ഞങ്ങൾ സന്തുഷ്ടരല്ല എന്ന സത്യം പറയേണ്ടി വന്നാൽ പള്ളിയിൽ നിന്നുണ്ടാവുന്ന പ്രതികരണം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവർ വരാത്തതെന്ന് പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു, ഏത് ചോദ്യം അച്ഛന്മാരോട് ചോദിച്ചാലും ഉത്തരം മുട്ടിയാൽ അവരുടനെ പറയും ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് നീ അത് വിശ്വസിക്കുക എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മതം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയതെന്ന് പറഞ്ഞു. വേറൊരാള് ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഭൂമി ഗോളാകൃതിയാണെന്ന് പറഞ്ഞതിന് ഈ കത്തോലിക്കര് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരെ ക്രൂരമാം വിധത്തില് നരകയാതന അനുഭവിച്ചത്. ശാസ്ത്രത്തിന് 100% എതിരായിട്ടുള്ള ഒരു മതമാണ് കത്തോലിക്ക മതം. അത് തന്നെയാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന് AD 1507 മുതൽക്ക് അനുഭവിക്കേണ്ടി വന്നതെന്നുള്ളതും അവർ പറഞ്ഞു. വേറെ ഒരു വ്യക്തി പറഞ്ഞു, ഈ കന്യാസ്ത്രീകളെ വർഷങ്ങളോളം അരമനയിൽ ദുരുപയോഗം ചെയ്ത് അവസാനം അവർ പ്രതികരിക്കാൻ തുടങ്ങിയാൽ അവരെ പുറത്തേക്ക് വിടുന്ന ഒരു അവസ്ഥക്കെതിരെ ഞങ്ങൾ സംഘടിച്ച് ഇവരുടെ യഥാർത്ഥ ചിത്രം അച്ഛന്മാരുടേത് ഞങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കും, അത് ലീഗലായിട്ട് ആക്ഷൻ എടുക്കും, അതിനുവേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. പള്ളിക്കകത്ത് നടക്കുന്ന തിന്മകളെ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ കറക്റ്റ് ചെയ്യിക്കുക, നശിപ്പിക്കുക എന്നുള്ളതല്ല ഉത്തരം എന്നും അദ്ദേഹം പറഞ്ഞു.
അതേപോലെ തന്നെ മറ്റു പലരും വളരെ വികാര തീവ്രമായിട്ട് ഇൻക്വിസിഷൻ നടത്തുന്നതിനെ കുറിച്ച് കത്തോലിക്ക സഭ സത്യം പറഞ്ഞവരെ അല്ലെങ്കിൽ ബൈബിളിന് എതിരെ നിന്നവരെ മതപരിവർത്തനത്തിന് വിസമ്മതിച്ചവരുടെ കൈയും കാലും എല്ലാം വെട്ടുകയും നീചമായിട്ട് കൊല്ലാക്കൊല നടത്തുകയും ചെയ്തതെല്ലാം വിവരിക്കേണ്ട. ഓർമ്മിക്കുക, ഇതെല്ലാം ക്രിസ്ത്യാനികൾ തന്നെയാണ് പറഞ്ഞത്. ഇതിന് 3 അച്ഛന്മാരും അവരുടേതായിട്ടുള്ള രീതിയിൽ മറുപടി കൊടുത്തു. ചിലപ്പോൾ അവര് വികാര തീവ്രമായി പ്രതികരിക്കുന്ന കണ്ടു. അതിലൊരച്ഛൻ പറഞ്ഞു, ഇനിയൊരു 100 ജന്മമുണ്ടെങ്കിൽ 100 ജന്മവും കത്തോലിക്ക അച്ഛനായി തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അദ്ദേഹം കത്തോലിക്ക അച്ഛനായിട്ട് ജീവിക്കുന്നതിന് വളരെ സന്തുഷ്ടനാണെന്ന് പറഞ്ഞു. ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിലല്ല, അച്ഛനായി ജീവിക്കുന്നതിൽ വളരെ സന്തുഷ്ടനാണെന്ന് പറഞ്ഞു. മറ്റൊരു അച്ഛൻ പറഞ്ഞു, ഇതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് അകത്ത് ചർച്ച ചെയ്ത് പരമാവധി പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിനിയും നമ്മൾ തുടരുന്നുണ്ടാവും. ഏതായാലും ഇത്രയും വികാര പ്രകടനത്തിന്റെ ആവശ്യമില്ല എന്ന് രണ്ടാമത്തെ അച്ഛൻ പറഞ്ഞു. മൂന്നാമത്തെ അച്ഛൻ വളരെ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, പള്ളിക്കകത്ത് നടക്കുന്നത് എന്താണെന്ന് നിങ്ങളോട് ആരോടും പറയേണ്ട കാര്യം എനിക്കില്ല, അത് ഞങ്ങൾ പരിഹരിക്കുന്നുണ്ട്. മെത്രാന്മാരും ബിഷപ്പുമാരും നന്മ നിറഞ്ഞ രീതിയിൽ വേദനിക്കുന്ന അകത്തുള്ളവർക്ക് ആശ്വാസം നൽകിയില്ലെങ്കിൽ അതിനെതിരെ ഞങ്ങൾ അച്ഛന്മാരും പ്രതികരിക്കാറുണ്ട് എന്നെല്ലാം പറഞ്ഞു. ഏതായാലും ഈ യുവാക്കള് വളരെ ശക്തമായ രീതിയിൽ പള്ളിക്കെതിരെ സംസാരിച്ചവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൈയടിക്കുകയും ചെയ്തു. എനിക്ക് കൈരളി ചാനലിനോട് പറയാനുള്ളത്, ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ മുസ്ലിങ്ങളുടെയോ തിന്മകളുണ്ടെങ്കിൽ ഇതേപോലെ വസ്തുതാപരമായിട്ട് പറയിപ്പിക്കുക, വസ്തുതാപരമായിട്ട് എല്ലാവരെയും നിർത്തി പറയിപ്പിക്കുക. ഒരാൾ ജഡ്ജിയാവുകയും ആ ജഡ്ജിയെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറെ പേര് വക്കീലാവുകയും ചെയ്യുന്നതിന് പകരം ആരും ജഡ്ജിയാവണ്ട, ആരും വക്കീലുമാവണ്ട, എല്ലാവരും സത്യം അന്വേഷികളായിട്ട് തീരട്ടെ. അത് മാതാ മൃദാനന്ദമയെ കുറിച്ചായാലും സായിബാബയെ കുറിച്ചായാലും രവിശങ്കറിനെ കുറിച്ചിട്ടായാലും മുഹമ്മദ് നബിയുടെ തലമുടി വിറ്റ് വെള്ളം വിൽക്കുന്നവരായാലും 17 കോടി ആടുകളെ ബക്രീദിന്റെ പേരിൽ കൊല്ലുന്നവരായാലും ഈ പൊരി വെയിലത്ത് കറുത്ത പർദ്ദയിട്ട് നടക്കുന്നവരെ കുറിച്ചായാലും എല്ലാവരെ കുറിച്ചും വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി കൈരളി ചാനല് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാതെ സത്യസന്ധമായിട്ട് ഗുരുവായൂരിൽ നടക്കുന്ന തിന്മകളും ശബരിമലയിൽ നടക്കുന്ന തിന്മകളും ആരുടെയെങ്കിലും വിശ്വാസത്തെ മുറിവേൽക്കുമോ മുറിവേൽപ്പിക്കുമോ അതൊന്നുമല്ല പ്രശ്നം. സത്യം എന്താണ്, വസ്തുത എന്താണെന്ന് സത്യസന്ധമായിട്ട്, ഒരു കാരണവശാലും അത് കോമ്പയർ ചെയ്യുന്ന വ്യക്തി ജഡ്ജി ആവരുത്. ഇന്നലെ ജഡ്ജി ആയില്ല അവര്. നല്ല ഭാഷയിൽ നല്ല ശാലീനമായിട്ടുള്ള രീതിയിൽ ഒരിക്കലും അവർ വികാരത്തിന് അടിമപ്പെടാതെ അതിഗംഭീരമായിട്ടുള്ള രീതിയിലാണ് അവരച്ഛന്മാരെയും ഈ യുവാക്കളെയും അതുപോലെ തന്നെ പള്ളിക്കെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചവരെയും കൈകാര്യം ചെയ്തത്. അവരാരുടെയും പക്ഷത്തായിരുന്നില്ല. എന്നാൽ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും അവരെല്ലാവരുടെയും പക്ഷത്ത് നിൽക്കുന്നതിന് പകരം എല്ലാവരുടെയും ധാർമ്മികമായ ചിന്തകളുടെ പക്ഷത്ത് അവരുണ്ടായിരുന്നു. അതായിരുന്നു അതിൻ്റെ മഹത്വവും. ഇന്നലെ കൈരളി ചാനലിൽ കോമ്പയർ ചെയ്ത സ്ത്രീ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും ഭാഷയിൽ മാത്രമാണ് സംസാരിച്ചത്. ആർക്ക് ഏത് തരത്തിലുള്ള വികാരമോ വിചാരമോ എതിർപ്പോ അനുകൂലമോ തോന്നിയാലും തോന്നിയില്ലെങ്കിലും അവരെ ഏൽപ്പിച്ച ജോലി ഒരു വിധികർത്താവിനെ പോലെ സംസാരിക്കാതെ വസ്തുത അന്വേഷിക്കുന്ന വ്യക്തിയെ പോലെ സംസാരിച്ച് ലോകത്തിന്റെ മുമ്പിൽ വെച്ചു. ഇതേപോലെ കൈരളി ചാനല് പോട്ട ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന 850ഓളം മരണത്തെക്കുറിച്ച് ഒന്ന് വിവരിച്ചിരുന്നുവെങ്കിൽ, അഭയ കേസിനെ കുറിച്ച് വിവരിച്ചിരുന്നുവെങ്കിൽ, അതില് ഫാദർ കോട്ടൂരിന്റെയും സ്റ്റെഫിയുടെയും റോളുകളെല്ലാം ഒന്ന് വിവരിച്ചിരുന്നു എങ്കിൽ
നമ്മുടെ നാട്ടിൻപുറങ്ങളിലും അതുപോലെ തന്നെ മലമുകളിലും കാടുകളിലും ക്രിസ്ത്യാനികൾ നടത്തുന്ന മതപരിവർത്തനത്തിന്റെ പുറകിലുള്ള പ്രക്രിയയെ കുറിച്ചൊന്ന് വിവരിച്ചിരുന്നു എങ്കിൽ, പുത്തരിക്കണ്ടത്ത് ഇന്നലെ കണ്ടു രോഗശാന്തി ശുശ്രൂഷയും ദൈവിക ശുശ്രൂഷയും. ഒരു കുട്ടിയെ കൊണ്ടുവന്ന്, ഇന്നലെ അവിടെ കണ്ടില്ല, അത് നേരത്തെ ഉണ്ടായിരുന്നുവെന്ന്. ഞാൻ അവിടെ എത്തിയപ്പോൾ വൈകി. പുത്തരിക്കണ്ടത്ത് ഈ ദൈവിക ശാന്തി ശുശ്രൂഷയും രോഗശാന്തി ശുശ്രൂഷയും നടത്തുമ്പോൾ ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുവരും. എന്നിട്ട് എല്ലാവരും നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടി എഴുന്നേറ്റ് പോകും. അതിൽ തന്നെ ഡ്രസ്സ് മാറിയിട്ട് അത് മുടന്തനാണെന്ന് പറഞ്ഞ് വരും. എല്ലാവരും നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെ മുടന്ത് പോകും. ഒരു കുട്ടി ബധിരനും അന്ധനുമാണെന്ന് പറഞ്ഞു വരും. അത് തന്നെ ഡ്രസ്സ് മാറിയിട്ട് വരികയാണ്. എന്നിട്ട് എല്ലാവരും നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കും. അപ്പം അതിന് കാഴ്ച കിട്ടും. ഇങ്ങനെ കാണിക്കുന്ന ഒരുതരം വൃത്തികെട്ട ചതിയും വഞ്ചനയും 21-ാം നൂറ്റാണ്ടിൽ നടക്കുമ്പോൾ അതിനെതിരെയും ഒന്ന് കൈരളി ചാനൽ പ്രതികരിച്ചിരുന്നുവെങ്കിൽ, അതേപോലെ തന്നെ ഈ മാളികപ്പുറത്തെ മേശാന്തിയെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് വലമ്പിരി ശംഖ് വെച്ചാൽ ഔഷധ്യം ഉണ്ടാവുമെന്നും ആ വലമ്പിരി ശംഖിന്റെ 100% തട്ടിപ്പും ഒന്ന് കാണിച്ചിരുന്നുവെങ്കിൽ, മേരു യന്ത്രം, ധനലക്ഷ്മി യന്ത്രം തുടങ്ങിയ യന്ത്രങ്ങൾ കാണിച്ച് അത് മനുഷ്യനെ പറ്റിക്കൽ മാത്രമാണ് എന്നും ഒന്ന് കാണിച്ചിരുന്നുവെങ്കിൽ, പൂരങ്ങളില് നൂറുകണക്കിന് ആനകള് പൊരി വെയിലത്ത് നിന്ന് അനുഭവിക്കുന്ന വേദന അതൊന്ന് കാണിച്ചിരുന്നു എങ്കിൽ വളരെ നന്നാകുമായിരുന്നു. ക്രിസ്ത്യാനിയെ മാത്രമല്ല, ഹിന്ദുവിനെ മാത്രമല്ല, മുസ്ലിമിനെ മാത്രമല്ല എതിർക്കേണ്ടത്, ഒരെണ്ണത്തിനെ, അധർമ്മം, അനീതി, അന്യായം, ഹിംസ, ഇതിനെ ഒന്ന് എതിർത്തിരുന്നു എങ്കിൽ ഇതുപോലെയുള്ള പരിപാടികൾ കാണാൻ കൈരളി ചാനൽ പോലെ നല്ല ഒരു ചാനൽ വേറെ ഉണ്ടെന്ന് തോന്നണില്ല. അതുകൊണ്ട് എന്തായാലും പ്രതിഷേധിക്കാൻ നല്ലോണം അറിയാവുന്നവരാണ് കൈരളി ചാനലിലെ പ്രവർത്തകർ. വേണ്ടതിനും വേണ്ടാത്തതിനും ബന്ധും ഹർത്താലും എല്ലാം നടത്തി ശീലമുള്ളവരും അതിശക്തമായ രീതിയിൽ ഭാഷകൾ ഉപയോഗിച്ച് പ്രതിഷേധിക്കാനൊക്കെ കഴിവുള്ളവരാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഴിവുള്ളവരായി സ്ഥിതിക്ക് ഈ ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി നിലനിർത്താൻ ജനങ്ങളെ വോട്ട് ബാങ്ക് ആക്കാനല്ല. അതുപോലെ ഇന്നലെ കൂടി 300 അൺഎയ്ഡഡ് സ്കൂളുകളെ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ മുസ്ലിം മന്ത്രി അധികാരത്തിലേറ്റതിന് ശേഷം മുസ്ലിങ്ങൾക്ക് എത്ര സ്കൂളുകളും കോളേജുകളും കൊടുത്തു എന്നുള്ളൊരു എണ്ണം കൂടി ഒരു 10 പ്രാവശ്യം ഈ കൈരളി ചാനലിലൂടെ വന്നിരുന്നുവെങ്കിൽ വോട്ട് ബാങ്കിന്റെ വോട്ട് എന്തായാലും അവർക്ക് കിട്ടില്ല. CPM-ന് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടില്ല, CPM-ന് ക്രിസ്ത്യാനികളുടെ വോട്ടും കിട്ടില്ല. ഉള്ളത് ഹിന്ദുക്കളുടെയാണ്. അതാണ് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പുന്ന മാതിരി ഇല്ലാത്ത മുസ്ലിം വോട്ടിനും ക്രിസ്ത്യൻ വോട്ടിനും വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ കൈരളി ചാനൽ മുമ്പോട്ട് വരട്ടെ. മറ്റ് ചാനലുകൾ അതുപോലെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അവരോട് ആശംസിക്കുന്നുമില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. പ്രണാമം, നമസ്കാരം.